പ്രിയരെ, 2026 ലോഗോസ് ക്യൂസിൻ്റെ പാഠഭാഗമായ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം: എവിടെ നടന്ന വിവാഹ വിരുന്നിലാണ് യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്? ഗലീലയിലെ കാനായിൽ. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയ കാര്യം യേശുവിനോട് പറഞ്ഞതാര്? യേശുവിൻ്റെ അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയ കാര്യം അമ്മ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് യേശു അമ്മയോട് പറഞ്ഞതെപ്പോൾ? കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്ന കാര്യം അമ്മ യേശുവിനെ അറിയിച്ചപ്പോൾ. അഞ്ചാമത്തെ ചോദ്യം: കാനായിലെ വിവാഹ വിരുന്നിൽ വച്ച് യേശുവിൻ്റെ അമ്മ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന് പറഞ്ഞതാരോട്? പരിചാരകരോട്. ആറാമത്തെ ചോദ്യം: യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികളാണ് കാനായിലെ വിവാഹ വിരുന്നിൽ ഉണ്ടായിരുന്നത്? 6. എന്തിൽ വെള്ളം നിറയ്ക്കുവാനാണ് യേശു പരിചാരകരോട് കൽപ്പിച്ചത്? ഭരണികളിൽ. ഭരണികളിൽ വക്കോളം വെള്ളം നിറച്ചപ്പോൾ എന്തു ചെയ്യുവാനാണ് പരിചാരകരോട് യേശു പറഞ്ഞത്? പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ. ആരാണ് വീഞ്ഞായി മാറിയ വെള്ളം ആദ്യം രുചിച്ചു നോക്കിയത്? കലവറക്കാരൻ. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്ന് കലവറക്കാരൻ ആരെ വിളിച്ചാണ് പറഞ്ഞത്? മണവാളനെ. എല്ലാവരും താഴ്ന്ന തരം വീഞ്ഞ് വിളമ്പുന്നത് എപ്പോഴാണ് എന്നാണ് കലവറക്കാരൻ മണവാളനോട് പറഞ്ഞത്? അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ. നീ എങ്ങനെയുള്ള വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്നാണ് കലവറക്കാരൻ മണവാളനോട് പറഞ്ഞത്? നല്ല വീഞ്ഞ്. യേശു ചെയ്ത ഏത് അത്ഭുതത്തിനു ശേഷമാണ് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. യേശു എന്തിനു വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയത്? തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന്. കാനായിലെ വിവാഹ വിരുന്നിലെ അത്ഭുതത്തിനു ശേഷം യേശു എവിടേക്കാണ് പോയത്? കഫർനാമിലേക്ക്. കാനായിലെ വിവാഹ വിരുന്നിലെ അത്ഭുതത്തിനു ശേഷം യേശു ആരെയെല്ലാം കൂട്ടിയാണ് കഫർനാമിലേക്ക് പോയത്? അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി. എന്തുകൊണ്ടാണ് യേശു കഫർനാമിൽ ഏതാനും ദിവസം താമസിച്ച ശേഷം ജെറുസലേമിലേക്ക് പോയത്? യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ജെറുസലേമിൽ എവിടെയാണ് യേശു കണ്ടത്? ദേവാലയത്തിൽ. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് യേശു പുറത്താക്കിയത് എന്തുപയോഗിച്ചാണ്? കയറുകൊണ്ടുണ്ടാക്കിയ ചമ്മട്ടി ഉപയോഗിച്ച്. ദേവാലയത്തിൽ നാണയം മാറ്റാനിരിക്കുന്നവരോട് യേശു ചെയ്തതെന്ത്? അവരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും. പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു കൽപ്പിച്ചതെന്ത്? ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. ദേവാലയത്തിൽ കച്ചവടം ചെയ്യുന്നവരെയും നാണയം മാറാനിരിക്കുന്നവരെയും യേശു പുറത്താക്കിയത് എന്തുകൊണ്ട്? പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കിയതിനാൽ. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്നെഴുതപ്പെട്ടിരിക്കുന്നത് അനുസ്മരിച്ചതാര്? യേശുവിൻ്റെ ശിഷ്യന്മാർ. ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെ പുറത്താക്കിയപ്പോൾ ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക എന്ന് യേശുവിനോട് ചോദിച്ചതാര്? യഹൂദർ. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ആരോട് പറഞ്ഞു? യേശു യഹൂദരോട്. ജെറുസലേം ദേവാലയം പണിയാൻ എത്ര നാളെടുത്തു എന്നാണ് യഹൂദർ പറഞ്ഞത്? 46 സംവത്സരം. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കുമെന്ന് യേശു യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റി. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കുമെന്ന് യേശു
പറഞ്ഞത് ശിഷ്യന്മാർ പിന്നീട് എപ്പോഴാണ് ഓർമ്മിച്ചത്? യേശു മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടപ്പോൾ. ശിഷ്യന്മാർ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തതെപ്പോൾ? യേശു മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടപ്പോൾ ദേവാലയം പുനരുദ്ധരിക്കും എന്ന് യേശു പറഞ്ഞ വചനം യേശു ഉയിർപ്പിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർ ഓർമ്മിച്ചപ്പോൾ. എന്തിനായി യേശു ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടാണ് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചത്? പെസഹ തിരുനാളിന് യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചെങ്കിലും യേശു അവരെ വിശ്വസിക്കാതിരുന്നതിന് കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും ഡാഷ് യേശുവിന് ആവശ്യമായിരുന്നില്ല. സാക്ഷ്യം. ആരിൽ ഉള്ളതാണ് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നത്? മനുഷ്യനിൽ ഉള്ളത്. താങ്ക് യു.